സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച ഒരു മലയാളിയെ കാണാതായിട്ട് 50 ദിവസങ്ങൾ പിന്നിടുന്നു. റിയാദിലെ അസീസിയ പച്ചക്കറി മാർക്കറ്റിൽ ജോലി ചെയ്തു വന്നിരുന്ന കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം സ്വദേശിയായ താജുദ്ദീൻ എന്ന 37 വയസ്സുകാരനെയാണ് സൗദി അറേബ്യയിൽ കാണാതായിരിക്കുന്നത്. താജുദ്ദീനെ കാണാനില്ല എന്ന വാർത്ത നിങ്ങളിൽ പലരും ഇതിനോടകം കണ്ടു കഴിഞ്ഞതാണ്. പക്ഷേ ഇതുവരെയും ഒരു ഫലവും ഉണ്ടായില്ല എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഇനിയും ശ്രമിക്കണം. കാരണം ആ വീടിൻ്റെ അവസ്ഥ അതുപോലെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കരുനാഗപ്പള്ളി. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, താജുദ്ദീൻ്റെ 2 പിഞ്ച് കുഞ്ഞുങ്ങൾ 8ഉം 6ഉം വയസ്സുള്ള ആ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പാവം പ്രവാസിയുടെ മാതാവ്, ആ ഉമ്മ നിൽക്കുന്ന കാഴ്ച കണ്ടാൽ മനസ്സ് നീറിപ്പോകും. ഈ കുഞ്ഞുങ്ങൾ ആ വാപ്പയുടെ വിളിയും പ്രതീക്ഷിച്ച് ഓരോ നിമിഷവും കാത്തിരിക്കുകയാണ്. കളിച്ചിരികളില്ല, ഓൺലൈൻ ക്ലാസ്സുകളില്ല, സന്തോഷങ്ങൾ ഏതുമില്ല. ആ ഉമ്മയുടെ കണ്ണുനീർ താങ്ങാൻ കഴിയുന്നതല്ല. ഒരു വിളിക്കപ്പുറം താങ്ങായി തണലായി അങ്ങ് മണലാരണ്യത്തിൽ അറേബ്യ നാട്ടിലുണ്ടായിരുന്ന പ്രിയതമൻ്റെ ഫോണിലേക്ക് ഓരോ നിമിഷവും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് താജുദ്ദീൻ്റെ ഭാര്യ ഷംന. എന്താണ് താജുദ്ദീന് സംഭവിച്ചത്? ആർക്കും ഒന്നും അറിയില്ല. കഴിഞ്ഞ മെയ് മാസം 15-ാം തീയതി രാത്രിയിലാണ് മിസ്സാവുന്ന സമയത്ത് അദ്ദേഹം കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ച അവസ്ഥയിലായിരുന്നു. മെൻ്റലി ആൾ നോർമൽ അല്ലായിരുന്നു എന്നാണ് പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അവിടെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ മൂത്ത സഹോദരനും അളിയന്മാരുമൊക്കെ കോവിഡ് സ്ഥിരീകരിച്ച് ക്വാറന്റൈനിൽ കഴിഞ്ഞവരാണ്. അപ്പോൾ ആ രീതിയിൽ 10-28 ദിവസത്തോളം നമുക്ക് ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ നിന്നു. പക്ഷേ 28 ദിവസം കഴിഞ്ഞു. പിന്നീട് ദിവസങ്ങൾ ഇങ്ങനെ പിന്നിടും തോറും അതിനകത്ത് ഒരുപാട് ദുരൂഹതകളും നമുക്ക് മനസ്സിലാവുന്നത്. ലീഗലായിട്ട് നമ്മൾ ഇവിടുന്ന് ഷംന, അദ്ദേഹത്തിൻ്റെ ഭാര്യ, നേരിട്ട് ഇന്ത്യൻ എംബസിക്ക് പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചു, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ആദ്യം മുതലേ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിരുന്നു. അങ്ങനെ വിളിച്ച് വെച്ചിട്ടിപ്പോൾ ഏകദേശം 1 മാസത്തിൽ കൂടുതലായി. അതിനുശേഷം ഒരു നീക്കുപോക്കുകളും നടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാവരും പ്രാർത്ഥനയിലും പ്രയാസങ്ങളിലുമാണ്. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. എന്നാൽ അടുത്ത ബന്ധുവും നാട്ടുകാരനുമായ ഷെരീഫ് എന്ന വ്യക്തി റിയാദിൽ വെച്ച് കോവിഡ് ബാധിച്ച് മരണത്തിന് കീഴടങ്ങുമ്പോൾ അത് താജുദ്ദീനെ സംബന്ധിച്ച് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. മനസ്സ് തകർന്നു പോയ അവസ്ഥയായിരുന്നുവെന്ന് കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നു. ഇവരെല്ലാവരും, താജുദ്ദീൻ ഉൾപ്പെടെയുള്ളവരൊക്കെ കച്ചവടം ഒരു മാർക്കറ്റിൽ തന്നെ, അസീസിയ മാർക്കറ്റിൽ ഒന്നിച്ചാണ് കച്ചവടമൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ആ നിലയിൽ ഈ ഷെരീഫിൻ്റെ മരണം, അത് പെട്ടെന്നുള്ളൊരു മരണം, താജുദ്ദീനെ സംബന്ധിച്ചിടത്തോളം അയാൾ മനസ്സിന് വലിയ കട്ടിയുള്ള ആളല്ല. അങ്ങനെ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചപ്പോൾ ഇദ്ദേഹം കൂടുതൽ മെൻ്റലി ഡിസോർഡർ ആയി എന്നാണ് നമുക്കറിയാൻ പിന്നീട് കിട്ടിയ വിവരം. കോവിഡ് എന്ന മഹാമാരി മനുഷ്യനെ പല വിധത്തിലാണ് കാർന്നു തിന്നുന്നത്. പലപ്പോഴും നിസ്സഹായരായി പോകുന്നു നമ്മൾ. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചിലതുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഈ വീഡിയോ കാണുന്ന, ഈ മെസ്സേജ് കാണുന്ന മുഴുവൻ സഹോദരങ്ങളും ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട്, ഷെയർ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കണം, സഹകരിക്കണം. ഏത് രീതിയിലാണ് ഇത് പടച്ചവൻ്റെ സഹായം നമുക്കുണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഈ വീഡിയോയെ നിങ്ങൾ നിസ്സാരമായി കാണരുത്. നമ്മുടെ വിദേശത്ത്, സൗദി അറേബ്യയിൽ ഒരുപാട് മലയാളികൾ ഉള്ളവരാണ്. അവരുടെയൊക്കെ കൈകളിലൂടെ ഏതെങ്കിലും നിലയിൽ ഇത് അദ്ദേഹം കാണുവാനോ അല്ലെങ്കിൽ ആ രീതിയിൽ ആർക്കെങ്കിലും ഇതിൻ്റെ വിവരങ്ങൾ കിട്ടുവാനോ ഇടവന്നു കഴിഞ്ഞാൽ അതായിരിക്കും ഒരുപക്ഷെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഹൈറായ നിലയിൽ സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ കാരണമാകുന്നത്. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും മാക്സിമം ഇത് ഫോർവേഡ് ചെയ്തുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്നും വളരെ വിനയത്തോടു കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആരുടെയെങ്കിലും കണ്ണിൽപ്പെട്ടിട്ട് എൻ്റെ മോനെ അതറിയിച്ച് ഞങ്ങൾക്ക് എത്തിക്കണം.